പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു. പാണക്കാട് എടായിപ്പാലത്താണ് സംഭവം. റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വശങ്ങളിൽ നിന്ന് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴുകയായിരുന്നു. മണ്ണിനൊപ്പം വെള്ളവും പാറക്കല്ലുകളും മരങ്ങളും താഴേക്ക് ഇടിഞ്ഞു വീണിട്ടുണ്ട്. മുകളിൽ നിന്ന് മണ്ണും വെള്ളവും കുത്തിയൊലിച്ച് റോഡിലേക്ക് പതിച്ചു. ഓടിമാറിയതിനാലാണ് നാട്ടുകാരടക്കമുള്ളവർ രക്ഷപ്പെട്ടത്. മണ്ണിടിഞ്ഞു വീണ ഭാഗത്തുകൂടി ആ സമയം വാഹനങ്ങളോ ആളുകളോ കടന്നുപോകാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. നിലവിൽ മഴ മാറി നിൽക്കുകയാണെങ്കിലും ശക്തമായ മഴ തുടരുകയാണെങ്കിൽ മുകൾ ഭാഗം ഉൾപ്പെടെ താഴേക്ക് പതിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. വ്യവസായ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് സമീപത്താണ് സംഭവം നടന്നിട്ടുള്ളത്. കഴിഞ്ഞ രാത്രി മുതൽ കനത്ത മഴയാണ് മലപ്പുറത്തുണ്ടായത്. ഇതേ തുടർന്ന് പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നെന്നും ഇന്ന് രാവിലെയാണ് രൂക്ഷമായതെന്നും പ്രദേശവാസികൾ പറയുന്നു. മുൻവർഷം ഇവിടെ സമാന രീതിയിൽ മണ്ണിടിഞ്ഞിട്ടും നടപടികളൊന്നും തന്നെ അധികൃതർ സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. മണ്ണ് വീണ്ടും ഇടിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രദേശത്ത് അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അശാസ്ത്രീയമായ JCB ഉപയോഗിച്ച് മണ്ണെടുത്തതാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. നേരത്തെ തന്നെ അധികൃതരെ വിവരം അറിയിച്ചിരുന്നെങ്കിലും ഇടപെട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അപകടത്തിൽ കൈരളി ക്യാമറ പേഴ്സൺ ജയേഷ് വില്ലോടിക്കും നിസ്സാര പരിക്കുണ്ട്. ഈ ചാനൽ പാണക്കാട്.